ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേറ്റെന്ന് പറയാൻ പറ്റത്തില്ല, എഴുന്നേൽപ്പിച്ചെന്ന് വേണം പറയാൻ. എൻ്റെ മോനാണെങ്കിൽ ഒരു 3 മണിയായപ്പോൾ എഴുന്നേറ്റു. എന്നിട്ട് കരച്ചിലും ബഹളവും, കളിക്കാൻ പോകാമെന്നും പറഞ്ഞ് ബഹളമാണ്. ഇത് കണ്ടോ, ഇപ്പോൾ സമയം 5:23. അപ്പം രാവിലെ ഞാൻ വിചാരിച്ചു എന്തായാലും എഴുന്നേറ്റില്ല, എന്നാൽ പിന്നെ അടുപ്പത്ത് തന്നെ ചോറൊക്കെ വെക്കാമെന്ന് വെച്ച് വേഗം കാലമൊക്കെ കഴുകി ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞാൻ തീ പിടിപ്പിക്കാൻ നോക്കുമ്പോഴാണ് ലൈറ്റർ നോക്കിയിട്ട് കാണുന്നൊന്നുമില്ല. ഇനി അത് തപ്പി കണ്ടുപിടിച്ച് വന്നപ്പോൾ എനിക്ക് നേരമായി. വെളുപ്പിന് എഴുന്നേറ്റ് പണിയൊക്കെ തീർത്താൽ വേഗം പണി തീരുകയും ചെയ്യും, കുറേ സമയം ഉള്ളതുപോലൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയാൽ പിന്നെ ഒന്നിനും സമയമില്ല, പെടാനാക്കേണ്ടി വരും. ഇത് കണ്ടോ, നട്ടപ്പാതിരയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന അവൻ 3 മണിക്കെങ്ങാണ്ട് എഴുന്നേറ്റതാണ്. ഇപ്പം സമയം 5:20. നിങ്ങൾ ചോദിക്കും കൊച്ചുറക്കാന്ന്. കൊച്ചു എന്നെക്കാൾ ഉത്തരവാദിത്തമുള്ളവനാണ്. ചേച്ചീനെ സ്കൂളിൽ വിടണം അല്ല പിന്നെ പുറത്തിട്ടായതുകൊണ്ട് കൊച്ചകത്തുനിന്ന് കളിക്കുക. 5 മണി തൊട്ട് ഞാനൊരു ലൈറ്റർ തപ്പ് കേട്ടോ തീ പിടിപ്പിക്കാൻ. ആ ലൈറ്ററാണെങ്കിൽ കറണ്ടിൽ കുത്തുന്ന സൈസ് ലൈറ്ററാണ്. അത് ഇന്ന് കത്തുന്നേ ഇല്ല. ഞാൻ വിചാരിച്ചു ഇന്ന് നേരത്തെ എഴുന്നേറ്റ് പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിക്കുന്നത് എന്താ എത്ര താമസിക്കുന്നത്. അങ്ങനെ കേട്ടോ ഞാൻ 5:30 ആയത്. 5 മണിക്ക് ഞാൻ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എവിടെയോ ഇരുന്ന ഒരു പഴയ തീപ്പെട്ടിയൊക്കെ കിട്ടി, അത് വെച്ചിട്ടാണ് പിന്നെ ഇന്നത്തെ തീയൊക്കെ പിടിപ്പിച്ചത്. അപ്പോൾ രാവിലെ തന്നെ ചോറൊക്കെ വെച്ചേക്കാമെന്ന് വിചാരിച്ച് ചോറും ഒക്കെ കഴുകി മോൾക്ക് 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോകണം. രാവിലത്തേക്ക് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ചുവന്ന പരിപ്പ് ഇട്ടിട്ടാണ് സാമ്പാർ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം പരിപ്പ് കഴുകി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാർ ആകുമ്പോൾ നല്ല ഇതാണല്ലോ. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ, സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കൊന്നും വലിയ ഇഷ്ടമല്ല, ഒരു നേരമൊക്കെ കൂട്ടും, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഏറെ ഉണ്ടാക്കും. ഇപ്പം നാളെ ഒന്ന് ദോശയ്ക്ക് മാവ് അല്ലെങ്കിൽ ഇഡ്ഡലിക്ക് മാവൊക്കെ ആക്കിയാൽ നാളെ ഇഡ്ഡലിക്ക് കറി തന്നെ എടുക്കാമല്ലോ, സാമ്പാർ എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാമ്പാർ ഇച്ചിരി ഏറെ ആക്കാമെന്ന് വിചാരിച്ചേ. സാമ്പാറിലേക്ക് ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ, മുരിങ്ങക്കോലൊന്നുമില്ലേ, എന്നാലും അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഉണ്ട്. സാമ്പാറെന്നല്ലേ, അപ്പോൾ 6 കഷ്ണങ്ങൾ എന്തായാലും ഉണ്ട്. മുരിങ്ങക്കോലൊന്നും ഇല്ലാത്ത സാമ്പാറാണ് കേട്ടോ. അപ്പം സാരമില്ല, എന്നാലും നമുക്ക് ഇഷ്ടം ഉണ്ടായാൽ മതിയല്ലോ. അപ്പം സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം വെള്ളരിക്ക അങ്ങനത്തെയൊക്കെ അരിഞ്ഞ് പെറുക്കി എല്ലാം ഒന്ന് റെഡിയാക്കി സാമ്പാർ അടുപ്പത്തിരിക്കുമ്പോഴത്തേനും ബാക്കി ചായയുടെ പണിയൊക്കെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ചായക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവെടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സാമ്പാറിന് കഷ്ണവും കൂടെ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചാൽ അത് വേഗമാവുമല്ലോ. ഇപ്പം പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്ന് നാശമായി പോകും കേട്ടോ. അപ്പോൾ കിട്ടുമ്പോൾ സാമ്പാറൊക്കെ വെച്ചില്ല പിന്നെ അതൊക്കെ നാശമായി കളയാൻ പറ്റുമല്ലോ. അപ്പം ഇതിനൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പം മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അതിനേക്കാളും വിഷമല്ലേ. അപ്പം സാമ്പാറൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ കൂട്ടാമല്ലോ. അപ്പോൾ ഒരുപാട് ദിവസമൊന്നും വെക്കുകയല്ല കേട്ടോ, ഞങ്ങൾ ഇന്ന് വെച്ച് നാളെ എടുക്കും. ഇവർക്ക് പിന്നെ അങ്ങനെ വെച്ചിട്ട് അധികം കഴിക്കത്തുമില്ല, ഇവർക്ക് അപ്പനും മോക്കുവേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർക്കും അങ്ങനെ കൊടുക്കത്തുമില്ല. പക്ഷേങ്കിൽ ഈ പച്ചക്കറിയുടെ വിലയ്ക്ക് ഏത് ചീഞ്ഞ് നാശമാക്കി കളയാൻ പറ്റിയല്ലോ. ഇടയ്ക്ക് മീനൊക്കെ മേടിക്കുമ്പോൾ പിന്നെ അന്നേരം വെക്കാനും പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് സാമ്പാർ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ സാമ്പാറും പിന്നെ എന്തെങ്കിലും ആക്കണം അതിൻ്റെ കൂട്ടത്തിൽ. ഈ പച്ചക്കറിയൊക്കെ നല്ലൊരു ചെത്തി വൃത്തിയാക്കിയിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചേക്കണം കേട്ടോ.
അപ്പം അല്ലെങ്കിൽ ഇതൊക്കെ വിഷാംശമൊക്കെ തളിച്ചുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം നമ്മുടെ കയ്യിലാണല്ലോ. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരത്തെയൊക്കെ എഴുന്നേറ്റാലും അല്ലെങ്കിൽ തലേന്നൊക്കെ ആണെങ്കിലും ആക്കി വെക്കുമ്പോൾ ഇച്ചിരി പച്ചക്കറി കിട്ടുന്ന പാടെ ഇച്ചിരി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വെച്ചാൽ അത് നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് സമയമൊക്കെ വെച്ച് കഴുകിയൊക്കെ എടുത്ത് കേട്ടോ പച്ചക്കറി. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനിയിപ്പം അതെല്ലാം നുറുക്കി നമുക്ക് കറിക്കുള്ള പാകത്തിനൊക്കെ ആക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ വിചാരിച്ചത്, അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ലോങ് വീഡിയോ ഇടണം കേട്ടോ, ലോങ് വീഡിയോ ഇടണമെന്ന്. അപ്പോൾ എപ്പോഴും ലോങ് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചിലർ വിളിച്ചിട്ട് പറയും എടി ലോങ് വീഡിയോ ഇടുകയെന്നൊക്കെ. അപ്പോൾ ലോങ് വീഡിയോ ഇടാനൊന്നും ചിലപ്പോൾ സമയം കിട്ടില്ല. ഇത് തന്നെ വെപ്രാളം പിടിച്ച് ഇവർ പോകുന്നതിന് മുമ്പേ ഉണ്ടാക്കിയിട്ട് ലഞ്ച് ബോക്സിൽ വീഡിയോ ഒക്കെ ഇടുന്നു കേട്ടോ. അപ്പോൾ പരമാവധി എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ലോങ് വീഡിയോ ഇടാവേ. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ പൊതുവെ ലോങ് വീഡിയോ ഒക്കെ കാണാൻ മടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം ഇടാത്തത്, ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് പേരെൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നവരും അതുപോലെ ലൈക്കും കമൻറ്റും ഒന്നും ഇടാതെയും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ചെയ്തിട്ടില്ലെങ്കിൽ. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇടയ്ക്ക് ഇടുവാണെങ്കിൽ നമുക്കും ഒരു പ്രോത്സാഹനമാണല്ലോ ഇതൊക്കെ ചെയ്യാനും എടുക്കാനൊക്കെ. അപ്പം ചില സമയത്തൊക്കെ നമ്മൾ മനസ്സ് വല്ലാണ്ട് മടുത്തു പോകും കേട്ടോ. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ കളിയാക്കുന്നവരും ഉണ്ട്. ഇപ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോ, പിന്നെ ഇതുപോലെ ആക്കിയിട്ട് എന്തായി, ചിലപ്പോൾ നമ്മൾ മനസ്സ് വല്ലാണ്ട് വിഷമിക്കുന്ന സമയമുണ്ട്. അപ്പം എന്നാലും എൻ്റെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണേ. അപ്പോൾ അവർ പറയും സാരമില്ല നീ ഇട്ടോ, എന്തെങ്കിലും ഒരു നാൾ നല്ലതാവുമെന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യാം, മനസ്സ് മടുക്കാതെ. ഇപ്പം ഞാൻ കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ട് പോയായിരുന്നേ. നമ്മൾ പറയുന്നൊരു ശൈലി കളിയാക്കുന്നവരൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ചില വീഡിയോയിലൊക്കെ അവർ പറയാറുണ്ട് അവരിതുപോലെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടും ചെയ്തിട്ട് അവർക്ക് നല്ല ഇതായി എന്നൊക്കെ, നല്ല റീച്ചൊക്കെ ആയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും ഒരുപാട് പ്രോത്സാഹനമാണേ. അപ്പോൾ കളിയാക്കുന്നവർ അവിടെ നിന്ന് കളിയാക്കട്ടെ, എന്തെങ്കിലും നമുക്കും ഒരു നല്ല ദിവസം വരുമല്ലോ. അപ്പോൾ നമ്മളും നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു രസമല്ലേ. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ എന്നെപ്പോലെ സാധാരണക്കാരായ ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇപ്പോൾ നേരെ നല്ലപോലെ വെട്ടം വെച്ചു കേട്ടോ. അപ്പം തന്നെ മിറ്റം അടിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം മിറ്റം അടിക്കാൻ ഞാൻ അധികം ചില സമയത്ത് ഇച്ചിരി താമസിച്ചാൽ അടിക്കില്ല ആ സമയത്ത്. ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെ വീട്. അപ്പോൾ ആൾക്കാരൊക്കെ രാവിലെ ഒരുപാട് പേര് പണിക്ക് പോകുന്നവരും അങ്ങനെയായിട്ടൊക്കെ ജോലിക്ക് പോകുന്നവരൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ മിറ്റം അടിച്ചുകൊണ്ട് നിന്നിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ അടിക്കാൻ പോകാറില്ല കേട്ടോ. അപ്പോൾ രാവിലെ ചപ്പാത്തിക്ക് കറി വെക്കാൻ വേണ്ടി 2 മുട്ട ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് മുറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങാനിട്ടു. അപ്പോൾ മുട്ട പുഴുങ്ങാനിടുമ്പോൾ അധികം വേഗം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് അതിനകത്ത് ഉള്ളിയുടെ തൊലി ഇടുകയാണുള്ളത്. അപ്പോൾ ഉള്ളിത്തൊലി ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് തിളക്കാൻ വെച്ചാൽ അങ്ങനെ വേഗം പൊട്ടിപ്പോകില്ല. മുട്ടത്തോടിന് ഒരു ബ്രൗൺ കളറാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടാണ് ഞാനെപ്പോഴും വെക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ സാമ്പാറിന് ഈ വെണ്ടയ്ക്കയും തക്കാളിയും വഴറ്റിയിട്ടാണ് കേട്ടോ ഇടുക. അപ്പോൾ ആ വെണ്ടയ്ക്കയുടെ കൊഴുകൊഴുപ്പൊന്നും ഉണ്ടാകുകയല്ലോ. അപ്പോൾ അങ്ങനെ വഴറ്റി അതിനിടയ്ക്ക് കൂടെ ചപ്പാത്തിയൊക്കെ ചുടാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. മോൾക്ക് പോകാൻ സമയമായി. അപ്പോൾ അവൾ ഒരുങ്ങി വരാനായി കേട്ടോ. അപ്പോൾ അവൾക്ക് ചപ്പാത്തി ആക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി. ടാറ്റാ. ചോറും വെള്ളമൊക്കെ എടുത്തില്ലേ? ഈ സമയം ഇപ്പോൾ തന്നെ ചെറുത് കിടന്നുറങ്ങി കേട്ടോ. അവൻ നമുക്കിട്ട് പണി നിന്നിട്ട് അവൻ കിടന്നുറങ്ങി. ഇപ്പം മോൾക്ക് ഞാൻ തോരൻ കൊടുത്തു വിട്ടില്ലായിരുന്നേ. അപ്പോൾ അവൾക്ക് ഈ തോരനും കൂടെ ആകാൻ നിൽക്കാൻ സമയമില്ല കേട്ടോ.
അപ്പം ഞാനിത് ചായ മനസ്സിയാണ് തോരൻ വെക്കുന്നത്. അപ്പോൾ ചായ മനസ്സ തോരൻ വെക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരാണെങ്കിൽ പോയി കാണണം കേട്ടോ. ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നേ. ഈ ചായ മനസ്സിക്ക് പല സ്ഥലത്ത് പല പേരാട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ പറയുന്നതെന്ന് പറയണേ. ഞാൻ ഇല കാണിച്ചത് കണ്ടില്ലേ, ചായ മനസ്സിയുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചായ മനസ്സുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വെച്ചത് എന്താണെന്നറിയാമോ? നല്ല മുളക് അരച്ചതാണ്. മുളക് വറ്റൽമുളക് ചുട്ടിട്ട് നല്ല വാളംപുളിയും ഉള്ളിയൊക്കെ വെച്ചിട്ട് അരച്ചെടുത്ത മുളക് ചമ്മന്തി കേട്ടോ. അത് ഉച്ചയ്ക്ക് അതിൻ്റെ കൂടെ ഇളക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറും. എനിക്ക് മുളക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ ടിഫിൻ ബോക്സിലേക്ക് ആക്കി ആ മുളക് ചമ്മന്തിയും അതിൻ്റെ കൂടത്തിൽ 2 കഷ്ണം ചിക്കൻ വറുത്തതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ്. അപ്പം ഇതൊക്കെ ഒന്ന് ഈ കവറിലൊക്കെ റെഡിയാക്കി ബാഗിലൊക്കെ പോകാൻ റെഡിയായി. പോകാൻ ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് മഴയുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതിനാണ് പറയുന്നത്.